മക്കളെ, ഇന്ന് നമുക്ക് ദോ ബായി അതായത് രണ്ട് സഹോദരന്മാർ എന്ന ഒരു ലോകകഥ നോക്കാം. ലോകകഥ എന്ന് വെച്ചാൽ നാടോടിക്കഥ. ഒരു നാടോടിക്കഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദോ ബായി എന്നാണ് ഈ കഥയുടെ പേര്. രണ്ട് സഹോദരന്മാർ. ദോ ബായി ദേ, രണ്ട് സഹോദരന്മാർ ഉണ്ടായിരുന്നു. ബഡേക്ക് ഷാദി ഹോ ഗയി ദി, മൂത്ത സഹോദരന്റെ ഷാദി വിവാഹം ഹോ ഗയി ദി കഴിഞ്ഞതായിരുന്നു. മൂത്ത സഹോദരൻ വിവാഹിതനായിരുന്നു എന്നാണ് പറഞ്ഞത്. ഉസ്കെ ദോ ബച്ചേ ഭി ദേ, അദ്ദേഹത്തിന് രണ്ട് കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു. ചോട്ട കുംവാരാദ, ചോട്ട ചെറിയ ആള്, കുംവാര അവിവാഹിതൻ, ചെറിയ ആള് അവിവാഹിതനായിരുന്നു. ദോനോ ബായി സാഞ്ച ഗേത്തി കർത്തേതേ, രണ്ട് സഹോദരന്മാരും സാഞ്ച, സാഞ്ച പറഞ്ഞാല് കൂട്ടുകൃഷി നടത്തുക, രണ്ടുപേരും ചേർന്നിട്ട് കൃഷി നടത്തിയിരുന്നു. एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी. ഒരിക്കൽ അവരുടെ വയലിൽ ഗോതമ്പ് വിളവ് പാകമായി വന്നു. ദോനോംനെ മിൽക്കർ ഫസൽ കാട്ടി, രണ്ടുപേരും ചേർന്ന് വിളവ് കൊയ്തെടുത്തു. ആർ ഗേഹൂം തയ്യാർ കിയ, എന്നിട്ട് ഗോതമ്പ് തയ്യാറാക്കി വെച്ചു. इसके बाद दोनों ने ആധാ ആധാ ഗേഹൂം ബാണ്ട് ലിയ, ഇതിനു ശേഷം രണ്ടുപേരും ഗോതമ്പും പകുതിയായി വീതിച്ചു. अब गेहूं टोकर घर ले जाना बचा था, रात हो गई थी. അപ്പോൾ ഗോതമ്പ് ഗർ ലേ ജാന ബച്ചാത, വീട്ടിലേക്ക് കൊണ്ടുപോവാൻ വേണ്ടി, അതായത് അവര് പകുതിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് വീട്ടിലേക്ക് അവര് കൊണ്ടുപോവാൻ വേണ്ടി ഉള്ളതായിരുന്നു. ടോക്കർ പറഞ്ഞാൽ ചുമക്ക, ചുമന്ന് കൊണ്ടുപോവാൻ വേണ്ടിയിട്ടായിരുന്നു അതവിടെ വെച്ചിരുന്നത്. രാത്ത് ഹോ ഗയി ദി, രാത്രിയായിരുന്നു. ഇസ്ലിയെ കാം അകലെ ദിൻ ഹി ഹോനാ താ, ഇതുകൊണ്ട് തന്നെ അവര് ആ ജോലി അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. രാത് കോ दोनों को फसल की रखवाली के लिए ഗലിഹാൻ पर ही रुकना था. രാത്രി രണ്ടു പേർക്കും വിളവിന്റെ സംരക്ഷണത്തിന് വേണ്ടി കളപ്പുരയിൽ തന്നെ ഇരിക്കേണ്ടി വന്നു. ദോനും കോ ഭൂക്ക് ഭി ലഗി ഥി, രണ്ടു പേർക്കും വിശക്കാൻ തുടങ്ങിയിരുന്നു. ഉനോനെ ബാരി ബാരി സെ ഗാനെ കാ സോച്ച, രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക്, അതായത് ബാരി ബാരി നിരന്തരമായിട്ട് ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. പഹലെ ബഡാ ബായി ഗാന ഗാനെ ഘർ ഗയ, ആദ്യം മുതിർന്ന സഹോദരൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോയി. ചോട്ടാ ബായി ഗലിഹാൻ പർഹി രുക്കാ രഹ, ചെറിയ സഹോദരൻ കളപ്പുരയിൽ തന്നെ ഇരുന്നു. വഹ് സോച്ചനെ ലഗ, എന്നിട്ട് അവൻ ചിന്തിക്കാൻ തുടങ്ങി. ബായിക്ക് ഷാദി ഹോ ഗയി ഹെ, സഹോദരന്റെ വിവാഹം കഴിഞ്ഞതാണ്. ഉൻകാ പരിവാർ ഹെ, അദ്ദേഹത്തിന് കുട്ടികളുമുണ്ട്, കുടുംബമുണ്ട്. ഇസ്ലിയെ ഉനെ ജ്യാദാ ഗേഹൂം കി സരുറത്ത് ഹോഗി, ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ ഗോതമ്പ് ആവശ്യമുണ്ടായിരിക്കും. യഹ് സോച്ച്കർ ഉസ്നെ അപ്നെ ഡർ സെ കൈ ടോക്കരി ഗേഹൂം ലേക്കർ ബഡേ ബായി വാലെ ഡർ മേ മിലാ ദി, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചെറിയ സഹോദരൻ തൻ്റെ ഗോതമ്പിന്റെ കൂനയിൽ നിന്നും കുറേ കുട്ടയിലാക്കിയിട്ട്, കുറേ അധികം കൊട്ടകള് നിറച്ചിട്ട് വലിയ സഹോദരന്റെ ഗോതമ്പത്തിന്റെ കൂനയിൽ കൊണ്ടു ചെന്നിട്ടു. ബഡാബായി ദോടി ദീർമേ ഗാക്കർ ലൗട്ട, ബഡാബായി കുറച്ചു സമയത്തിന് ശേഷം ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നു. ചോട്ട ഗാന ഗാനെ ഘർ ചലാ ഗയ, അങ്ങനെ ചെറിയ സഹോദരൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ബഡാബായി സോച്ചനെ ലഗ, അപ്പോൾ മുതിർന്ന സഹോദരൻ ചേട്ടൻ ചിന്തിക്കാൻ തുടങ്ങി. മേരാത്തോ പരിവാർ ഹെ, എനിക്ക് കുടുംബമുണ്ട്. ബച്ചേ ഹെ, കുട്ടികളുണ്ട്. വേ മേരാ ധ്യാൻ രഖ് സക്തേ ഹെ, അവരെന്നെ നോക്കിക്കൊള്ളും. ലേക്കിൻ ഛോട്ടാ ബായി അകേല ഹെ, പക്ഷെ എൻ്റെ സഹോദരൻ, ചെറിയ സഹോദരൻ, അവൻ തനിച്ചാണ്.
ഉസേ ദേഖ്നെ വാലാ കോയി നഹി ഹൈ, അവനെ സംരക്ഷിക്കാൻ ആരുമില്ല. ഉസേ ജ്യാദാ ഗേഹൂം കി സരൂരത്ത് ഹൈ, അവനാണ് കൂടുതൽ ഗോതമ്പിന്റെ ആവശ്യമുള്ളത്. ഉസ്നെ അപ്നെ ടേർ സേ ഉഡാക്കർ കയി ടോക്കരി ഗേഹൂം ചോട്ടേ ബായി വാലെ ഗേഹൂം കെ ടേർ മേ മിലാ ദി. അവൻ തന്റെ ഗോതമ്പിന്റെ കൂനയിൽ നിന്നും കുറച്ചധികം കുട്ടകൾ ഗോതമ്പ് അനുജന്റെ ഗോതമ്പ് കൂനയിൽ കൊണ്ടുവന്ന് ചെരിയാൻ തുടങ്ങി. അപ്പോ ആ സഹോദരന്മാരുടെ സ്നേഹമാണ് ഈ കഥയിൽ പറയുന്നത്. അതോടുകൂടി നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി ബാക്കി ഇതിന് താഴെയുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള വർക്കാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലുള്ള മീനിങ് ഒന്ന് പറയാം. ഇതില് വന്നിരിക്കുന്ന മീനിങ്: ബായി സഹോദരൻ, ഷാദി വിവാഹം, ബച്ചെ കുട്ടികൾ, കുമാര അവിവാഹിതൻ, സാഞ്ച പങ്കാളിത്തം, ഗേഹൂം ഗോതമ്പ്, ഫസൽ വിളവ്, ഫസൽ വിളവ്, പക്ന പാകമാകുക, പക്ന പാകമാകുക, കാട്ന മുറിക്കുക, കാട്ന മുറിക്കുക, ഫസൽ കാട്ടി എന്നാണ് ഇവിടെ എഴുതിയത്. ഫസൽ വിളവ്, കാട്ന മുറിക്കുക, കാട്ന മുറിക്കുക. ഗേഹൂം ഗോതമ്പ്, दोनों आधा आधा, आधा പകുതി, ആധാ പകുതി. ബാണ്ട് ലേന വീതിക്കുക, ബാണ്ട് ലിയ, കണ്ടോ ഗേഹൂം ബാണ്ട് ലിയ. അപ്പൊ ബാണ്ട് ലേന പറഞ്ഞതാണ് വീതിക്കുക, വീതിച്ചെടുക്കുക, രണ്ടുപേരും വീതിക്കുക, ഭാഗം വെച്ചെടുക്കുക. ടോന ചുമക്കുക, ടോന ചുമക്ക, തലയിൽ ചുമട് ചുമക്കൂല, ടോക്കർ, ഗർലെ ജാനാദ ടോക്കർ. അബ് ഗേഹൂം ടോക്കർ, അപ്പോൾ ഗോതമ്പ് ചുമന്ന് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ, തലയിൽ ചുമന്നിട്ട്, ടോക്കർ, ടോക്കർ പറഞ്ഞ ചുമന്നിട്ട്, ടോന ചുമക്കുക. ബച്ന അവശേഷിക്കുക, ബച്ന ബച്ചാദ അവശേഷിക്കുക. ബച്ന പറഞ്ഞ എന്താണ്? അവശേഷിക്കുക. അടുത്തെന്താ? രാത്ത്, രാത്ത് പറഞ്ഞാല് രാത്രി, രാത്ത് രാത്രി, രാത്ത് രാത്രി. അകലെ അടുത്ത, അകലെ അടുത്ത, അകലെ പറഞ്ഞാല് അടുത്ത. അകലെ ദിൻ, അകലെ പറഞ്ഞ എന്താണ്? അടുത്ത. ദിൻ ദിവസം. രഘുവാലി, ഇതാണ് രഘുവാലി, രഘുവാലി സംരക്ഷകൻ, രഘുവാലി സംരക്ഷിക്കുക. ഫസൽ കി രഘുവാലി കെ ലിയെ, രഘുവാലി സംരക്ഷണം, ഫസൽ വിളവ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, രഘുവാലി പറഞ്ഞ സംരക്ഷണം. ഗലിഹാൻ, ഗലിഹാൻ പറഞ്ഞാല് കളപ്പുര, ഗലിഹാൻ കളപ്പുര. ഭൂക്ക് വിശപ്പ്, ഭൂക്ക് വിശപ്പ്. രുക്ന തങ്ങുക, രുക്ന, ഇതാണ് രുക്ന, രുക്ന പറഞ്ഞാല് തങ്ങുക. ഭൂക്ക് വിശപ്പ്. ബാരി ഊഴം, ബാരി, ബാരി എന്ന് പറഞ്ഞാൽ ഊഴാട്, അവസരം എന്നുള്ള അർത്ഥം വരുന്നുണ്ട് കേട്ടോ. സോച്ന ചിന്തിക്കുക, സോച്ന ചിന്തിക്കുക, സോച്ച ചിന്തിച്ചു. പഹലെ ബഡാ ബായി ഗാന ഗാനെ ഘർ ഗയ, ഘർ വീട്, ഗാന ഭക്ഷണം, ഗാന ഗാനെ ഭക്ഷണം കഴിക്കാൻ. ഗലിഹാൻ पर ही रुका रहा, वह सोचने लगा, बाई की शादी നേരത്തെ പറഞ്ഞതാണ്, പരിവാർ പറഞ്ഞതാണ്. ജ്യാദ, ജ്യാദ കൂടുതൽ, ജ്യാദ കൂടുതൽ. സരൂരത്ത് ആവശ്യം, സരൂരത്ത് ആവശ്യം, സരൂരത്ത് പറഞ്ഞാല് ആവശ്യം. ടേർ, ടേർ പറഞ്ഞാല്
കൂന കൂമ്പാരം ഡേർ കൂമ്പാരം. ലൗട്ന തിരിച്ചു വരിക, ലൗട്ന തിരിച്ചു വരിക, ലൗട്ന തിരിച്ചു വരിക. ബഡാ ഭായി ദേർ മേം ഗാക്കർ ലൗട്ട. ഉണ്ടോ? ലൗട്ട, ലൗട്ന പറഞ്ഞാല് തിരിച്ചു വരിക. ബഡാ ഭായി സോച്ചനെ ലഗ മേരാ തോ പരിവാർ ഹെ ബच्चे മേരാ ധ്യാൻ. ധ്യാൻ പറഞ്ഞാല് ശ്രദ്ധ, സംരക്ഷണം എന്നൊക്കെ പറയാം. അവരെന്നെ ശ്രദ്ധിച്ചോളും, എന്നെ നോക്കാൻ ആളുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അഖേല, അഖേല തനിച്ച്. ചോട്ടാബായി അഖേല തനിച്ച്. ഉസേ ദേഖ്നെ വാല കോയി നഹി ഹെ. അവനെ നോക്കാൻ, അവനെ സംരക്ഷിക്കാൻ ആരുമില്ല. ഉസേ ജ്യാദാ ഗേഹൂം കി സരൂരത്ത് ഹെ. അവന് കൂടുതൽ, ജ്യാദാ കൂടുതൽ, ഗേഹൂം ഗോതമ്പ്, സരൂരത്ത് ആവശ്യം. अपने अपने डर से उड़ाकर कई डोकरी गेहूं छोटे भाई वाले गेहूं के डर में मिला दी. ഡേർ പറഞ്ഞ നേരത്തെ പറഞ്ഞതാണ് കൂന അല്ലേ? കൂന എന്ന് പറഞ്ഞതാണ് ഗാന ആഹാരം. മിലാദി പറഞ്ഞ യോജിപ്പിക്കുക, അതിലേക്ക് കൂട്ടിച്ചേർത്തിടുക, അതിനാണ് മിലാദി. മിലാദി പറഞ്ഞാല് ആ കൂനയിലേക്ക് കൊണ്ടുപോയിട്ട് അതിലെ കൂടെ നിക്ഷേപിക്കുക, അതിനാണ് മിലാദി എന്ന് പറയുന്നത്. മിലാന ചേർത്ത് വെക്കുക അതിന്റെ കൂട്ടത്തിലേക്ക്. ഇനി പറയാത്ത അർത്ഥം ഏതാണുള്ളത്? അഖേല തനിച്ച് പറഞ്ഞ്, ഇസ്ലിയെ അതുകൊണ്ട്, ലേക്കിൻ പക്ഷേ, മിൽക്കർ ചേർത്ത് വെക്കുക, ടോക്കർ ചുമക്കുക, ലേക്കർ എടുക്കുക, ടോക്കരി കൊട്ട, ഗാക്കർ കഴിച്ചിട്ട്, ധോടി ദേർമേ അല്പസമയത്തിനുള്ളിൽ, മിലാദി യോജിപ്പിച്ചു, ഗാന ആഹാരം. അത്രയാണ് ഇതിലുള്ള മീനിങ് ഉള്ളത്. ഈ പാഠം നന്നായിട്ട് വായിക്കുക, മീനിങ് ഒക്കെ പഠിക്കുക. ഇത് നല്ലൊരു കഥയാണ്, അത് ശരിക്കും മീനിങ് മനസ്സിലാക്കിയിട്ട് വായിക്കുക. ഓക്കെ.